Hello friends, I am Nissa from Nissa's Kitchen. Welcome to my channel. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കലത്തപ്പം അല്ലെങ്കിൽ കുക്കർ അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതെങ്ങനെ വീട്ടിൽ വളരെ ഈസിയായി ടേസ്റ്റിയായി തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ബെൽ ഐക്കോൺ പ്രസ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചരി 1 കപ്പ്. പച്ചരി ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ 6 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. മൈദ 1/4 കപ്പ്. ശർക്കര 250 ഗ്രാം. നല്ല കറുത്ത നിറമുള്ള ശർക്കരയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞെടുത്തത് 6-7 എണ്ണം. കുറച്ച് തേങ്ങാക്കൊത്ത്. നല്ല ജീരകം 1/2 ടീസ്പൂൺ. ഏലക്ക ക്രഷ് ചെയ്തെടുത്തത് 1/2 ടീസ്പൂൺ. ബേക്കിംഗ് സോഡ 2 നുള്ള്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ശർക്കര 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് നന്നായി തിളച്ച് ശർക്കര മുഴുവനും ഉരുകി വരണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ശർക്കര കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ അടുപ്പിൽ നിന്ന് വാങ്ങി മാറ്റി വെക്കാം. ഒന്ന് ചൂടാറിയതിന് ശേഷം അരിച്ചെടുക്കാം. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. അതിനായിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത പച്ചരി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ശർക്കരപ്പാനി ചൂടാറിയതിന് ശേഷം ഞാനിതിനെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതാണ്. ഇത് നമുക്ക് പച്ചരിയിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇത് രണ്ടും കൂടെ അരച്ചെടുക്കണം. ഇത് ഏകദേശം 1 ഗ്ലാസ് ശർക്കരപ്പാനിയുണ്ട്. നമുക്കിനി ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ പച്ചരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല മയത്തിൽ അരച്ചെടുക്കുക. ഇനി നമുക്കിതിനെ ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഇതിലേക്ക് മൈദ ചേർക്കാം. 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ നല്ല ജീരകവും 1/2 ടീസ്പൂൺ ഏലക്ക ക്രഷ് ചെയ്തതും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കാം. ബേക്കിംഗ് പൗഡർ അല്ല, നമ്മൾ അപ്പക്കാര എന്ന് പറയുന്ന ബേക്കിംഗ് സോഡ 2 നുള്ള് മാത്രം ചേർക്കുക. ഇനി ഇതിലോട്ട് അല്പം ഉപ്പ് ചേർക്കുക. ഉപ്പ് അധികം വേണ്ട, 2 നുള്ള് മതിയാവും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കാം. ഒട്ടും കട്ട കെട്ടാതെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ ബാറ്ററിന്. നമുക്കിനി ഇതിനെ ഒരു കുറച്ച് സമയത്തേക്ക് മാറ്റി വെച്ചിരിക്കാം. ഇത് കുക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനൊരു ഫ്രൈങ് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരണം. ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം. ഇപ്പോൾ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. അടുത്തായിട്ട് ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് നമ്മൾ തേങ്ങ ഫ്രൈ ചെയ്തെടുത്ത ആ ഓയിൽ, ബാലൻസ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇടാം. ചെറിയ ഉള്ളി കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. മീഡിയം ഹീറ്റിലിട്ടിട്ട് വിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കരിഞ്ഞു പോകരുത്. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഒരുപാട് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിച്ചാൽ മതി. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പാലപ്പത്തിന് നമ്മൾ തയ്യാറാക്കുന്ന മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിരിക്കണം ഇതിൻ്റെ ബാറ്ററിന്. നമ്മൾ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചപ്പോഴേക്കിനും കുക്കറിൻ്റെ ചുവട്ടിലുണ്ടായിരുന്ന ഉള്ളിയൊക്കെ മുകളിലേക്ക് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിനെ മൂടി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം.
കുക്കറിൻ്റെ അടപ്പിടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ റബ്ബർ വെക്കാം, പക്ഷേ അതിന് വെയിറ്റ് ഇടാൻ പാടില്ല. വെയിറ്റ് ഇടാതെ കുക്കർ ഇതുപോലെ നമുക്ക് ആദ്യം ഒരു 10 മിനിറ്റ് മീഡിയം ഹീറ്റിലും പിന്നത്തെ 10 മിനിറ്റ് ലോ ഹീറ്റിലും ഇട്ട് ടോട്ടൽ ഒരു 20 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആകാറായിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇത് വെന്തോന്ന് അറിയാനായിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടൊരു ഫോർക്ക് ഇറക്കി കൊടുക്കാം. ഫോർക്ക് പുറത്തോട്ട് എടുക്കുമ്പോൾ ഒട്ടും മാവ് ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുക്കായിട്ടുണ്ട്. ഇതിൽ ചെറുതായിട്ട് മാവ് ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് നമുക്കൊരു 5 മിനിറ്റും കൂടി ഇതിനെ ലോ ഹീറ്റിൽ അടച്ചു വെച്ചിരിക്കാം. ഒരു 25 മിനിറ്റ് ലോ ഹീറ്റിൽ കുക്ക് ചെയ്തപ്പോഴേക്കിനും നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റും വരഞ്ഞു കൊടുക്കുക. കുക്കറിൻ്റെ ഉള്ളിൽ നിന്നും പെട്ടെന്ന് ഇത് വിട്ടു പോരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഇതിനെ ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യുക. പ്രത്യേകം ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ കുക്കിംഗ് ആണ്. നമ്മളിത് നോൺ സ്റ്റിക്ക് പാനിലല്ല കുക്കറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് ആദ്യം മീഡിയം ഹീറ്റിലും പിന്നെ ലോ ഹീറ്റിലും കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പുറകുവശം ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല. ഉള്ളു അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കലത്തപ്പം അഥവാ കുക്കർ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ ടേസ്റ്റുള്ളൊരു ഈവനിങ് സ്നാക്സാണ്. കോട്ടയം ഭാഗത്തൊക്കെ ഇത് അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇത് കണ്ണൂർ ഭാഗത്തു നിന്നുള്ള ഒരു റെസിപ്പിയാണ്. മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ വീഡിയോയെ പറ്റിയുള്ള എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്